അഞ്ചാമത്തെ ഒരു മസ്അല ഇതിൽ മിനസ്സീന ഭംഗിയിലെ ലാഹിറുൻ വബാത്തിൻ, പ്രത്യക്ഷമായ ഭംഗിയുണ്ട്, പരോക്ഷമായ ഭംഗിയുണ്ട്. കാണാൻ പറ്റുന്നത്, കാണാൻ പറ്റാത്തത്. ഏതുപോലെ ഉലമാ ഇതിൽ പറഞ്ഞിട്ടുള്ളത് വസ്ത്രം ലാഹിറായ ഭംഗിയാണ്. വസ്ത്രത്തിന് ഭംഗിയുണ്ടല്ലോ, വസ്ത്രം. ചില ആലിമീങ്ങൾ പറഞ്ഞ മുഖവും മുൻകൈയും അത് ലാഹിറായ ഭംഗി എന്ന്, അവരുടെ അഭിപ്രായത്തിൽ അത് ലാഹിറാണ്. പക്ഷേ ബാത്തിനായ മറഞ്ഞു കിടക്കുന്ന ഭംഗിയുണ്ട്, ഉള്ളിൽ കിടക്കുന്നത്. ഏതുപോലെ വള പെണ്ണുങ്ങൾ ധരിക്കുന്ന വള ഉണ്ടല്ലോ, ബാംഗിൾ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അവര് അഭിപ്രായപ്പെട്ടു അത് പ്രത്യക്ഷമായ ഭംഗിയാകാം, കാരണം അത് കയ്യിലാണല്ലോ ധരിക്കുന്നത്. പക്ഷെ ഇമാം മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ല, അത് ഉള്ളിൽ കിടക്കുന്ന ഭംഗിയാണല്ലോ, കാരണം മുൻകൈയിന്റെ താഴേക്കല്ലേ വള വരിക, അതുകൊണ്ട് മുൻകൈയിന്റെ താഴെ വരുന്നുണ്ടല്ലോ, അപ്പൊ അത് ഉള്ളിലായി. അപ്പൊ മുൻകൈയിമ്മ ധരിക്കുന്നതാണെങ്കിൽ അത് പ്രത്യക്ഷമായി, ഇവിടുന്ന് താഴേക്കാണെങ്കിൽ അത് ഉള്ളിലെ ഭംഗിയാണ്. കഴുത്ത് ധരിക്കുന്ന മാല ഉള്ളിലെ ഭംഗിയാണ്. മൈലാഞ്ചി കാലിന്റെ മേൽഭാഗം അത് മറഞ്ഞു കിടക്കുന്ന ഭംഗിയാണ്. അത് എവിടെ വെളിവാകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രത്യക്ഷവും പരോക്ഷവുമായ ഭംഗിയുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിലേക്ക് വരുന്നു. പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെന്നതുപോലെ തസ്കിയത്ത് കിട്ടേണ്ട ആളുകൾക്ക് അത് എമ്പാടും ഖുർആൻ തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തരും. എനിക്ക് ഇത്ര മതി, കുറച്ച് ഇങ്ങോട്ട് കഴിച്ചിലായി പോയാൽ മതി, അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, വല്ലാതെ അധ്വാനിക്കാനാവൂല എന്നവർക്കും രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ ഫർള് മാത്രം എടുത്തിട്ട് രക്ഷപ്പെടുക, അവർക്കും ഖുർആനിൽ നിന്ന് പ്രത്യക്ഷമായ ചില ആശയങ്ങളിലൂടെ അങ്ങനെ അഭിപ്രായങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും. നമ്മൾ നോക്കുന്നത് കണിശമായ, ഒരിക്കലും പിഴക്കാത്ത ഒരു വഴിയിലേക്കാണ്. നഷ്ടപ്പെടാൻ പാടില്ല. ഫിഖഹിന്റെ മസ്അല, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മസ്അല പോലും വകുല്ലുൽ മർഅതി ഔറ ഇല്ലാ കഫൈഹാ വവജ്ഹഹാ, മുഖവും മുൻകൈയും ഒഴികെ പെണ്ണിന്റെ ഔറത്ത് മുഴുവനും ഔറത്ത്, ശരീരം മുഴുവനും ഔറത്താണ്. വളഹുറു ഖദമൈഹാ ഔറ എന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ അവരുടെ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി തങ്ങൾ സുനൽ കുബ്രയിൽ ആദാബിൽ ഇമാമുന ശാഫിഈ തങ്ങൾ വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹു എന്നതിന് അർത്ഥം കൊടുത്തത് എന്താ? ഇല്ലാ വജ്ഹഹാ വകഫൈഹാ. എന്താണ് മദ്ഹബിന്റെ അഭിപ്രായമെന്ന് താഴെ പറയാം. ഇമാം അവർക്കുള്ള അഭിപ്രായമായിരിക്കണമെന്നില്ല മദ്ഹബിന്റെ അഭിപ്രായം. ഇരിക്കട്ടെ, ഈ മദ്ഹബ് ഫിഖഹിന്റെ നിയമങ്ങൾ എന്താ പറയാ? ഒരു പുഴ പോലെ ഇത്രക്ക് വീതിയിൽ ഒഴുകുന്ന ഒരു പുഴയാണെന്ന് വിചാരിക്കുക. ഈ പുഴ അവിടെ നിന്ന്, ആ തലയിൽ നിന്ന് ഇങ്ങോട്ട് ഈ സൗണ്ട് ബോക്സിലേക്ക്, ആ സൗണ്ട് ബോക്സിൽ നിന്ന് നീന്തുന്ന ഒരാൾ, പുഴയാണെങ്കിലോ താഴോട്ട് കുതിച്ചൊഴുകുന്ന പുഴയാണ്. ഫിഖഹിന്റെ മസ്അല നമ്മൾ ഇങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണമെന്ന് ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനോട് ചോദിച്ചാൽ എന്താ പറഞ്ഞുതരാ? നിങ്ങൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് നീന്തിയാൽ എന്തായാലും എത്തും. നിങ്ങൾ ഇവിടുന്ന് നേരെ നീന്തിയാൽ എത്തും, ലോജിക്കലി എത്തും. ഒഴുക്ക് ഇല്ല, ശാന്തമാണ്, നിങ്ങൾ നല്ല നീന്താൻ അറിയുന്ന ആളാണ്, എന്നാൽ എത്തുന്ന പറഞ്ഞേ അർത്ഥമുള്ളൂ. എന്താണ് തസൗഫ്? എന്താണ് തസ്കിയത്ത്? എന്താണ് അവര് പറയാ? തസൗഫിന്റെ ആലിം എന്താ പറയാ? നല്ല ഒഴുക്കുള്ള പുഴയല്ല മോനെ, അതെ, എന്നാ മോനെ ഒരു 100 അടി മേലോട്ട് നടന്നിട്ട് അങ്ങോട്ട് മെല്ലെ അങ്ങോട്ട് നീന്തിക്കോ, എന്നാ എത്താൻ പറ്റും. അത് എന്തായാലും എത്തും, അള്ളാന്റെ ഖളാ ഉണ്ടെങ്കിൽ, അല്ലേ? മറ്റേത് എത്താം, ഇങ്ങോട്ട് എത്തണമെന്നില്ല, 1 കിലോമീറ്റർ താഴത്തേക്ക് പോയി എത്താനും സാധ്യത ഉണ്ട്. ഫിഖ് അങ്ങനെ പറഞ്ഞില്ല, കണിശമായിട്ടാ പറയാ, കൃത്യമായിട്ട്. നമ്മൾ അത് മാത്രം എടുത്ത് അങ്ങനെ ചെന്നാ കഴിച്ചിലായി പോകുമെന്ന് ഉറപ്പിക്കരുത്. അങ്ങനെ കണിശമായി കഴിയുന്ന ആളുകൾ ആരോ അവർക്ക് രക്ഷപ്പെടാം. പക്ഷേ അതിനാണ് സുന്നത്തുകൾ എടുക്കാൻ പറയുന്നത്. അതിനാണ് മഹാന്മാരായ ആലിമീങ്ങളുടെ സൂക്ഷ്മമായി ജീവിതത്തിൽ എന്ത് കണ്ടു. സ്വഹാബത്ത് ഈ ആയത്തിന് എന്താണ് സ്വഹാബികൾ കണ്ടത്? എന്താണ് സ്വഹാബത്ത് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്? നമുക്ക് മനസ്സിലാക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സംഭവം കണ്ടില്ലേ? അല്ലേ? ഖുറൈശിയ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ ഇരിക്കാം. എന്താ പറഞ്ഞത്? ഫറആ സവാദ ജിസ്മി, എന്റെ ശരീരത്തിന്റെ ഒരു കറുപ്പ് ഇങ്ങനെ കണ്ടു.
ഉടൻ അവർ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞു ആര്? മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു. എന്നിട്ട് എന്താ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്? വകാന യറാനി ഖബ്ല അൽ ഹിജാബ്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് എന്നെ കണ്ടു പരിചയമുണ്ട്. മുഖം മറച്ചിരിക്കെ തന്നെ എന്നെ കണ്ടപ്പോ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയാണ്. അപ്പോ ഹിജാബിന്റെ ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ മുഖം മറച്ചിട്ടാണ് ജീവിച്ചിരുന്നത് എന്ന് ഈ സംഭവം തന്നെ വ്യക്തമാണ്. എന്തുകൊണ്ട്? അവർ ഏറ്റവും നല്ല മാതൃകാ വനിതകളാണ്. അവര് ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. ഉമ്മമാരെ കണ്ടാണല്ലോ മക്കൾ പഠിക്കേണ്ടത്, ഉമ്മമാരെ കണ്ടിട്ടാണല്ലോ മറ്റുള്ള മുഅ്മിനാത്തുകൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആ സൂക്ഷ്മതമായ വഴിയിലേക്ക്, അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരുപാട് സംഭവങ്ങളും ഹദീസുകളും ഖുർആനുകളും. ഇമാമുന നബവി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ 676 പേജ്, ബഹുമാനപ്പെട്ടവർ ഈ മദ്ഹബിന്റെ ശാഫിഈ മദ്ഹബിന്റെ പ്രബലമായ ഗ്രന്ഥമാണ് മിൻഹാജ്. ബഹുമാനപ്പെട്ടവർ എന്താ പറയുന്നത്? വയഹ്റുമു നദറു ഫഹ്ലിൻ ബാലിഗിൻ ഇലാ ഔറത്തി ഹുറത്തിൻ കബീറത്തിൻ അജ്നബിയ്യ വകദാ വജ്ഹഹാ വകഫഹാ ഇൻദ ഖൗഫിൽ ഫിത്ന. ഇത് മിൻഹാജിലെ ഇമാമുന നബവി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. യഹ്റുമു നദറു ഫഹ്ലിൻ ബാലിഗിൻ, ഒരു പൂർണ്ണമായ ഒരു പുരുഷൻ, പ്രായപൂർത്തിയെത്തിയ പുരുഷൻ അജ്നബിയത്തായ ഒരു പെണ്ണിലേക്ക്, തന്റെ മഹ്റമല്ലാത്തൊരു പെണ്ണിലേക്ക് നോക്കൽ ഹറാമാണ്. അവളുടെ കൈയും മുഖവും കാണൽ പോലും ഹറാമാണ്. ഇൻദ ഖൗഫിൽ ഫിത്ന, ഫിത്ന ഭയപ്പെടുന്ന സമയം. പടച്ചോനെ, ഇത് കണ്ടാൽ ഒരു ദുഷിച്ച ചിന്ത മനസ്സിൽ വന്നുപോകുമോ, ഒരു ഹറാമ് സംഭവിച്ചേക്കുമോ എന്ന് പേടിയുണ്ടെങ്കിൽ നോക്കൽ ഹറാമാണ്. മുഖത്തേക്കും കയ്യിലേക്കും വരെ, മുൻകൈ എന്ന് പറയാം, അതാണ് മുൻകൈ, മുഖവും നോക്കൽ ഹറാമാണ് ഫിത്നയെ ഭയപ്പെടുമ്പോൾ എന്ന് പറഞ്ഞു വെച്ചെടുത്ത് ഇമാമുന നബവി റംലി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ശർഹ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇജ്മാഅൻ, ഇത് ഉമ്മത്തിന്റെ ഇജ്മാഅൻ. വകദാ ഇൻദൽ അംനി അല സ്വഹീഹ്, സ്വഹീഹായ അഭിപ്രായത്തിൽ പേടിയൊന്നില്ലെങ്കിലും, ഫിത്നയെ ഭയപ്പെടുന്നില്ലെങ്കിലും മുഖവും മുൻകൈയിലേക്കും നോക്കൽ പുരുഷന് ഹറാമാണ്. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖ് ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഔറത്ത് 3 വിധമാണ് നമുക്കൊക്കെ അറിയുന്നത്. ഒന്ന് ഔറത്തുൻ ഫിസ്സലാ, നിസ്കാരത്തിന്റെ ഔറത്തുണ്ട്. നിസ്കാരത്തിൽ മുഖം മറക്കാൻ പറ്റില്ല, മുൻകൈയും മറക്കാൻ പറ്റില്ല, അത് നിസ്കാരത്തിന്റെ ഔറത്താണ്. പിന്നെ അന്യപുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമീഉ ബദനിഹാ ഹത്തൽ വജ്ഹി വൽ കഫൈനി അലൽ മുഅ്തമദ്, പ്രബലമായ അഭിപ്രായത്തിൽ കൈയും മുൻകൈയും മുഖവും അടക്കം അവരുടെ ശരീരം മുഴുവനും ഔറത്താണെന്ന് മഹാനായ ഷെയ്ഖ് ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ പറഞ്ഞു, ഒരു പെണ്ണിന് ഒറ്റക്കായിരിക്കുമ്പോ എന്തൊക്കെ ഔറത്തുണ്ടോ അത് പുരുഷന്റെ ഔറത്ത് തന്നെ. ആരുടെ മുമ്പിലെല്ലാം കാണിക്കപ്പെടാം? അല്ലാഹു മഹ്റമായ ഹലാലാക്കപ്പെട്ട ആളുകളുടെ മുമ്പിലല്ലാതെ അവരുടെ സൗന്ദര്യം അവർക്ക് വെളിവാക്കാവുന്നതല്ല. തുഹ്ഫത്തുൽ മുഹ്താജിന് ബഹുമാനപ്പെട്ടവരുടെ ഹാഷിയുണ്ട്, ശർവാനി തങ്ങളുടെ, അതിൽ വിവരിച്ചിട്ടുള്ള വിഷയമാണ്. അപ്പോ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഖാസിം അൽ ഗൽസി ശാഫിഈ മദ്ഹബിലെ ഇമാമാണ്, ജമീഉ ബദനിൽ മർഅത്തി ഔറ ഇല്ല വജ്ഹഹാ വകഫൈഹാ വഹാദിഹി ഔറതുഹാ ഫിസ്സലാ. നിസ്കാരത്തിന്റെ ഔറത്ത് പറയുമ്പോഴാ മുഖവും മുൻകൈയും ഔറത്തല്ല എന്ന് പറയാം. അമ്മാ ഖാരിജ സ്വലാ, നിസ്കാരം കഴിഞ്ഞാൽ ഫഔറതുഹാ ജമീഉ ബദനിഹാ, ശരീരം മുഴുവനും പെണ്ണ് മറക്കേണ്ടത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين. سورة الأحزاب الله سبحانه وتعالى പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയു, അല്ലാഹുവിന്റെ റസൂലേ, ഖുൽ ലിഅസ്വാജിക, അവിടുത്തെ ഭാര്യമാരോട് പറയണം അങ്ങ്, വബനാതിക, അവരുടെ അങ്ങയുടെ പെൺമക്കളോട് പറയണം, വനിസാഇൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും പറയണം. എന്ത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരവരുടെ മുഖത്തേക്ക് ജിൽബാബ് താഴ്ത്തിയിടണം എന്ന് പറയണം. ذلك أدنى أن يعرفن فلا يؤذين, ഇവർ മുഅ്മിനത്തുകളാണെന്നും മുഅ്മിനീങ്ങളാണെന്നും തിരിച്ചറിയപ്പെടാനും അങ്ങനെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും ഏറ്റവും നല്ലത് ഇതാണ്. മുഖം മറക്കണം. وكان الله غفورا رحيما,
അല്ലാഹു പുറത്തു തരുന്നവനാണ്, ഒരുപാട് റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഈ ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? ഇദാ ഖറജ്ന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജ, ഒരാവശ്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അൻ യുഗത്തീന വജൂഹഹുന്ന മിൻ ഫൗഖി റൂസിഹിന്ന ബിൽ ജലാബീബി, അവർ ജിൽബാബ് കൊണ്ട് മുഖം മറക്കണം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. പിന്നെ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോടും അവിടുത്തെ പെൺമക്കളോടും എന്ന് ഒരുമിച്ചുള്ള ആ ഒരു കൽപ്പനയിൽ നമ്മളൊക്കെ എല്ലാവരും പെട്ടുപോയില്ലേ? മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ, ഹിജാബു നിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളുടെ മുഖമറക്കൽ എന്ന് പറഞ്ഞത് മുഖം മറക്കൽ അവരുടെ ഔറത്തിന്റെ ഭാഗമാണ്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ വഹറ മിൻഹാ എന്ന് ഈ ആയത്തിൽ ഇമാമുന മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുള്ള തഫ്സീർ എന്നതാണ്. ഖാല അസ്സിയാബ്, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വസ്ത്രം എന്നല്ലേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇമാമുന ഹസനുൽ ബസ്രി, ഇബ്നു സീരീൻ, അബുൽ ജൗസ, ഇബ്രാഹിം അൻ-നഖഈ, മറ്റുള്ള ആലിമീങ്ങളുടെ ഒക്കെ അഭിപ്രായം ഇത് തന്നെയാണ്. വസ്ത്രം കാണുന്നതിന് വിരോധമില്ല എന്നേ ഈ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം.